എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പൊട്ടാറ്റോ 65 ആണ്. ഏത് ഡിഷിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. വളരെ ടേസ്റ്റോട് കൂടി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ 65 എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളക്കാനാകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്താലാണ് ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ചെടുക്കണ്ട. ഒരു 3/4 വേവായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു, നമ്മൾ കോരി മാറ്റിയ വെള്ളം ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി വന്നാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് കോരി മാറ്റാം. കുറേ നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 3/4 വേവിൽ നമ്മൾ വേവിച്ചെടുത്തതാണ്. ഇനി കുറച്ച് ഭാഗം മാത്രം വേവാനുള്ളൂ. മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വലിയ 2 പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പം മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 വറ്റൽമുളക് കഷ്ണം മുറിച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈര് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലുള്ള മസാലകളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതാക്കി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ 65 റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹൈദരാബാദി സ്പെഷ്യൽ ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാം. വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്